സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഓപ്പോ A12 എന്നൊരു മോഡലാണ്. അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്ന് നോക്കാം. ഓപ്പോ A5s, ഓപ്പോ A12 രണ്ടും സെയിം മോഡൽ തന്നെയാണ്. മോഡൽ മാറ്റമുണ്ട്, പക്ഷേ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. സോ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യണം. ബാറ്ററി കണക്ടർ റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നോക്കാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഒരു സ്ക്രൂ ഞാൻ അതിൻ്റെ മിഡിൽ ഫ്രെയിമിൽ ഇട്ടിട്ടുണ്ട്, മദർ ബോർഡ് അളകാതിരിക്കാൻ വേണ്ടി. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ഫ്രെയിമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ട്യൂസറാണ്. ട്യൂസറാകുമ്പോൾ നമുക്ക് എല്ലാ കോർണറും വളരെ ക്ലീനായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ കഴിയും. പിന്നെ ഏകദേശം പഴയ ഡസ്റ്റും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രെയിമിൽ അതും വളരെ സിമ്പിളായിട്ട് പോരും. സോ മാക്സിമം ട്രൈ ചെയ്യുക ട്യൂസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഏറ്റവും മെയിൻ സെക്ഷനാണ് മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മിഡിൽ ഫ്രെയിം ക്ലീൻ ഇല്ലെങ്കിൽ പിന്നീട് പല പ്രശ്നങ്ങളും വരാറുണ്ട്. സോ മിഡിൽ ഫ്രെയിം എന്തായാലും മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. കുറച്ച് ടൈമേ പിടിക്കുള്ളൂ. സോ ആ ടൈം ചിലവാക്കിയിട്ട് മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്താൽ പിന്നീട് നമ്മൾ ആ ഡിസ്പ്ലേയുടെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ മിഡിൽ ഫ്രെയിം മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊടുന്ന ഡിസ്പ്ലേയിൽ ഇട്ടിട്ടൊന്ന് നോക്കാം. നമ്മൾ മാക്സിമം നമ്മൾ ഷോപ്പിൽ RD എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് ഇടാറുള്ളത്. അത് വളരെ ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേയും കൂടിയാണ്. അത് കാരണം നമ്മൾ RD എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ഇടാറുള്ളത്. സോ നമ്മൾ ഡിസ്പ്ലേ ഓൺ ആവുന്നുണ്ട്. ഓൺ ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ ടച്ചും കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. പുതിയ ഡിസ്പ്ലേ ആണ്, സോ ചെക്കിങ് മസ്റ്റാണ്. കാരണം ചെക്ക് ചെയ്യാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കിന് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യേണ്ട ഒരു വേണ്ടി വരും. സോ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ചെക്കിങ് കുഴപ്പമില്ല, സ്മൂത്താണ്. സോ ഇനി നമുക്ക് ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. പുതിയ ഡിസ്പ്ലേ ആണ്, സോ അതിൽ കുറച്ച് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഉണ്ടാവും. അത് റിമൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിൽ ഒട്ടിച്ച് വെക്കുക. കാരണം ഇത് റിമൂവ് ചെയ്തിട്ട് നേരെ ഒട്ടിയാലേ ഡിസ്പ്ലേ വളരെ നീറ്റായിട്ട് വർക്കാവുള്ളൂ. പലപ്പോഴും സ്റ്റിക്കർ എടുക്കാതെ പലപ്പോഴും ആൾക്കാർ ഒട്ടിച്ച് കൊണ്ടുവരാറുണ്ട്. സോ ആ അവസ്ഥയിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം വരലുണ്ട്. സോ അതിലുള്ള എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാൻ നോക്കുക. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ഡിസ്പ്ലേയുടെ 4 കോർണറും ഗം ഇടാൻ പോവാണ്. ഗമ്മ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഗമ്മ് സൈഡിൽ കൂടി ഇട്ടാൽ മതി, കൂടുതൽ ഗമ്മ് ഇടേണ്ട ആവശ്യമില്ല. കാരണം മെയിനായിട്ട് നമ്മൾ മിഡിൽ ഫ്രെയിമാണ് ക്ലീൻ ചെയ്യേണ്ടത്. അത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഗമ്മ് ഇട്ടാലും ഫ്രെയിമിൽ വളരെ ക്ലീനായിട്ട് ഇരിക്കും. പിന്നെ അടിഭാഗത്ത്, മെയിനായിട്ട് അടിഭാഗമാണ്. അടിഭാഗത്താകുമ്പോൾ സൂക്ഷിച്ചിട്ട് ഗമ്മ് ഇടണം. കാരണം അവിടെ സ്ട്രിപ്പ് വരുന്നുണ്ട്. അവിടെ ചെറുതായിട്ട് ഗമ്മും കാര്യങ്ങളും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല പണിയാവും. സോ ഒന്നുകിൽ ചെറുതായിട്ട് ഗമ്മിടുക, അല്ലെങ്കിൽ ഫ്രെയിമിൽ തന്നെ കുറച്ച് ഗമ്മിട്ടിട്ട് ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ അടിഭാഗത്താവുള്ള ചാൻസ് വളരെ കുറയും. പിന്നെ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അടിഭാഗത്താക്കിയിട്ട് എന്നിട്ട് മേൽഭാഗത്താക്കിയിട്ട് ഫിറ്റ് ചെയ്യുക. അതാകുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ നേരം പോലെ ഇരിക്കും, ഫിറ്റാവും. സോ നമ്മൾ ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഇതിലൊരു സ്ക്രൂ ചെയ്തിരുന്നു, ഈ മദർ ബോർഡിൽ സാധനം പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ആദ്യം നമ്മൾ ആ സ്ക്രൂ റിമൂവ് ചെയ്തു. എന്നിട്ട് ഫിംഗറും കാര്യങ്ങളും അതേപോലെ തന്നെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഫിക്സ് ചെയ്യാം. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡിസ്പ്ലേ മാറ്റാൻ കഴിയും. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സ്ക്രൂ കൂടി ഇടാനുമുണ്ട്. ആ സ്ക്രൂ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ റെഡി ആയിട്ട് കിട്ടും. സോ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് ഡിസ്പ്ലേ ഇടുക. ഇതിൽ ഏറ്റവും ബോണസായ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും ബോണസായ കാര്യം. കാരണം നമ്മൾ മിഡിൽ ഫ്രെയിം ക്ലീനിങ് ഇല്ലെങ്കിൽ ഒന്നാമത്തേത് നമ്മൾ ഡിസ്പ്ലേ ഒന്ന് ഫ്രെയിമിൽ നിന്ന് കുറച്ച് പൊന്തി നിൽക്കുമ്പോൾ സൈഡിൽ കൂടി ആ ലൈറ്റും കാര്യങ്ങൾ വരും. ഡിസ്പ്ലേ പോരാനുള്ള സാധ്യത കൂടുതലാണ്. സോ മാക്സിമം മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുക. കുറച്ച് ടൈം പിടിക്കും, പക്ഷെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഡിസ്പ്ലേ ഇടാം.
ക്ലീനിങ് ഓക്കെ ആണോ എന്നാൽ നിങ്ങളുടെ ഡിസ്പ്ലേയും കാര്യങ്ങളും വളരെ കറക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും. സോ മാക്സിമം ക്ലീനിങ് ശ്രദ്ധിക്കുക. എന്നിട്ട് ഡിസ്പ്ലേ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്യുക. സോ നമ്മുടെ എല്ലാ ഫിറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മൾ റബ്ബർ ബാൻഡ് ഇടുക. ആദ്യം താഴ്ഭാഗത്ത് നിന്ന് മേൽഭാഗത്ത് 2 റബ്ബർ ബാൻഡ്, ബാക്കി പിന്നെ മിഡിലിന് ഒരു 4 റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് എടുക്കാം. മാക്സിമം അരമണിക്കൂർ. അതിൽ സംഭവം ഒക്കെ ക്ലിയർ ആവും. സോ റെഡി. നമ്മുടെ ഫോൺ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. സോ ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഡിസ്പ്ലേ മാറ്റാം. ഓപ്പോ A12 ഫോണാണെങ്കിൽ കറക്റ്റ് ഈ ടൈപ്പിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഫോൺ കറക്റ്റായിട്ട് റെഡി ആവുന്നതായിരിക്കും. സോ ഇതാണ് അതിൻ്റെ പഴയ ഡിസ്പ്ലേയുടെ കോലം. ഇതിൽ 7 ലെയറാണ് ഉണ്ടാവല്. പൊട്ടി കൊണ്ട് കംപ്ലൈൻറ്റ് ആയതാണ്. ഇതിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവലില്ല. പൊട്ടിയ സോ നമ്മൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ടച്ചും കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. എല്ലാം ക്ലീനാണ്. സോ താങ്ക് യു ആൻഡ് സപ്പോർട്ട്. ഇനി